ഡ്രൈഡേയിൽ മദ്യവിതരണത്തിന് സർക്കാർ നീക്കം. പുതിയ മദ്യനയത്തിന്റെ കരടിലാണ് ശുപാർശ. ബാർ ഉടമകളുടെയും ടൂറിസം രംഗത്തുള്ളവരുടെയും ഏറെ നാളത്തെ ആവശ്യം നടപ്പാക്കാനാണ് കളമൊരുങ്ങുന്നത്. ഉപാധികളോടെ ഡ്രൈഡേയിൽ മദ്യശാലകൾ തുറക്കണമെന്നാണ് കരടിലെ പ്രധാന ശുപാർശ. തെരഞ്ഞെടുത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ നടക്കുന്നിടങ്ങൾ, ഡെസ്റ്റിനേഷൻ വെഡിംഗ് എന്നിവിടങ്ങളിലാണ് ഇളവ് നൽകേണ്ടത്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ സ്വകാര്യവൽക്കരിക്കുക, മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുക ഉൾപ്പെടെയുള്ള ശുപാർശകളും കരടിലുണ്ട്. 1-ാം തീയതിയിലെ മദ്യനിരോധനം കാരണം 25,000 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിനുണ്ടാകുന്നതായാണ് വിലയിരുത്തൽ. ഡ്രൈഡേ കാരണം ശ്രീലങ്ക ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയ അന്താരാഷ്ട്ര സെമിനാറുകളുടെ പട്ടികയും ടൂറിസം രംഗത്തുള്ളവർ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. സർക്കാർ ഇക്കാര്യം പരിശോധിക്കുന്നതിനിടെയാണ് മദ്യനയത്തിൽ മാറ്റം വരുത്താനായി പണം പിരിക്കാനുള്ള ബാർ ഉടമയുടെ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായത്. പിന്നാലെ മദ്യനയത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഡ്രൈഡേയുമായി ബന്ധപ്പെട്ട കരടിലെ ശുപാർശകൾ പുറത്തുവന്നിരിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.